ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുപിടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ട് പോകുന്നത് ഉയർപ്പിനെ കുറിച്ചാണ്. പുനരുദ്ധാനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുതിയൊരു വിഷയമാണ്. അനുതാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അനുതാപം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കാരുണ്യവാനും നല്ലവനുമായ സ്വർഗപിതാവേ, എന്നുള്ള സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്ത പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. നല്ലൊരു ദൈവിക സന്ദേശം നൽകുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് ആകുലപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുമെന്ന് അവിടുന്ന് കൽപ്പിച്ചല്ലോ. യേശുനാഥ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ ശുശ്രൂഷ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഒത്തിരി കൃപാവരം നൽകണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവിടുന്ന് കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഷെയർ ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ എന്നെയും അവിടുത്തെ തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും ഈ ശുശ്രൂഷയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള ആദ്യ പടി അനുതാപവും മാനസാന്തരവുമാണെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് അതാണ്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ സദ്വാർത്തയിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അനുതാപത്തിലൂടെ പാപബോധം വന്ന് മാനസാന്തര അനുഭവം ഉണ്ടായി മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ. 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നമ്മൾക്ക് രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. അതിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചപ്പോഴും ഇത് തന്നെയാണ് ജനത്തോട് പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. പത്രോസ്ലീഹായുടെ പ്രസംഗമാണ്. യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിനെ കുറിച്ച് പത്രോസ് പ്രസംഗിക്കുകയാണ്. ഒത്തിരി വ്യാഖ്യാനിച്ചാണ് പ്രസംഗിക്കുന്നത്. പത്രോസ് മറ്റ് 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്നിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അത് യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും പരിശുദ്ധാത്മാവിനെ അയച്ചു തരുമെന്നും ഒക്കെ
പഴയ നിയമ വാക്യങ്ങൾ എടുത്തിട്ടാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ച് ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ യേശുക്രിസ്തു ജനിക്കുമെന്നും യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ യേശുവിനെ മനസ്സിലാക്കാതെ അവർ ക്രൂശിൽ തറച്ചു കൊന്നു എന്നൊക്കെ പത്രോസ് ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയാണ്. അങ്ങനെ പത്രോസ് ഇങ്ങനെ അവർ വലിയ പാപം ചെയ്തു എന്നുള്ള ബോധ്യം വരത്തക്കവണ്ണമുള്ള പ്രസംഗത്തിൽ അവർ പത്രോസിനോട് ചോദിച്ചതാണ്, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന്. ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു. ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അനുതപിക്കുക, ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുക, മാനസാന്തരപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. വീണ്ടും പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. 17:30. അറിവില്ലായ്മയുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് യഹൂദന്മാരോട് പറയുകയാണ്, അല്ലെങ്കിൽ വിജാതിയോട് പറയുകയാണ്, ക്രിസ്തുവിനെ നിങ്ങൾ അറിയാതിരുന്ന കാലത്തെ, അറിവില്ലായ്മയുടെ കാലത്തെ പാപങ്ങളൊന്നും ദൈവം കണക്കിലിടുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും പാപബോധം വന്ന് ക്രിസ്തു യേശുവിനെ മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് മുമ്പുള്ള കാലം ഇപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പം നമ്മളാണെങ്കിലും ക്രിസ്തുവിനെ അറിയാതെ, അല്ലെങ്കിൽ വേണ്ടവണ്ണം അറിയാതെ എന്ന് പറയാൻ പറ്റില്ല, വേണ്ടവണ്ണമുള്ള ഒരു തിരിച്ചറിവില്ലാതെ നമ്മൾ ജീവിച്ചു, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അറിഞ്ഞ് യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം നേടുമ്പോൾ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനുതാപത്തിലൂടെ അല്ലാതെ ശരിക്കും ഒരാൾക്ക് പൂർണ്ണമായ ക്രിസ്തുവാനുഭവം കിട്ടുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ചില ആളുകൾ എല്ലാ കാലത്തും യഥാർത്ഥ മാനസാന്തരമില്ലാതെ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നവരുണ്ട്. ദൈവാനുഗ്രഹം തങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും അനുഭവിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തീർത്ഥയാത്ര പോകുകയാണ്. ആ തീർത്ഥയാത്ര പോകുമ്പോൾ ഒരു പക്ഷേ മദ്യപാനമോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ വീണ്ടും ആ പാപം എടുക്കും. കാരണം അവരാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ആവശ്യം നടക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. സ്വഭാവ രൂപീകരണം നടക്കണമെന്ന് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ അവർ ഒരിക്കലും നയിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് അനുതാപം ഒരു അപരാധബോധമല്ല എന്നാണ്. അനുതാപം എന്തല്ല എന്ന് ചോദിച്ചാൽ, അനുതാപം വെറും ഒരു അപരാധ ബോധമല്ല. ഞാൻ പാപിയാണ്, നമ്മളൊക്കെ പാപികളല്ലേ, എങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്, തമാശയ്ക്കും കാര്യമായിട്ട്. തികഞ്ഞവരാരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യരും പാപികളാണ്, ആ ദൈവം പൊറുക്കട്ടെ
എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ പോലും തമാശയിലൂടെ ദുഷിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ വെറുമൊരു അപരാധബോധമല്ല, മറിച്ച് പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കുറ്റബോധമാണ്. ഞാൻ പാപം ചെയ്തു, ഞാൻ ഇന്ന പാപം ചെയ്തു. അത് എന്താ പറഞ്ഞ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം യഥാർത്ഥ അനുതാപത്തിന് മുൻപേ വരുന്നതാണ്. അത് അനുഭവപ്പെടും. എന്നാൽ അത് ശരിക്കും യഥാർത്ഥ അനുതാപമല്ല. എനിക്ക് പാപത്തെക്കുറിച്ച്, ഞാൻ ചെയ്യുന്ന എൻ്റെ തെറ്റിനെക്കുറിച്ച് എനിക്ക് ബോധമില്ല എങ്കിൽ ഞാൻ അനുദപിക്കുകയല്ല. ചില ആളുകൾ അങ്ങനെയാണ്. ഒരിക്കലും അവർ സ്വയം അംഗീകരിക്കുന്നില്ല ഞാൻ പാപം ചെയ്യുന്നുണ്ടെന്ന്. നമ്മളൊക്കെ എന്നെ പാപം ചെയ്യാനാണ് എന്നാണ് അങ്ങനെ ഉള്ളവർ വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ പാപത്തെക്കുറിച്ച്, തങ്ങളുടെ പാപത്തെക്കുറിച്ച് ശരിയായ ബോധമില്ലെങ്കിൽ ആ വ്യക്തി അനുദപിക്കുകയല്ല, മറിച്ച് ആ വ്യക്തിക്ക് പാപ വഴിയിൽ തന്നെ സഞ്ചരിക്കുവാൻ തീരുമാനിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് പാപബോധം ഉണ്ടാകുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അനുദപിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവർത്തനം 24-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു ദേശാധിപതി, അദ്ദേഹത്തിൻ്റെ അടുക്കൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണമെന്ന്. ഇങ്ങനെയാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രുസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. അവൻ നീതിയെക്കുറിച്ചും നിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, തൽക്കാലം നീ പോയിക്കൊള്ളുക, ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നീതി, പുണ്യം, ന്യായവിധി, ഈ മൂന്നിനെക്കുറിച്ചുമുള്ള ബോധ്യം ഫെലിക്സിന് സത്യത്തിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എന്താ പറയുക, നീതിയെക്കുറിച്ച് പറഞ്ഞത്. കൈക്കൂലിക്കാരനാണെന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കൈക്കൂലിക്കാരനും ദുർഭരണക്കാരനുമായിരുന്ന നീതിയെക്കുറിച്ച് അദ്ദേഹത്തിന് കേട്ടപ്പോൾ ഭയം തോന്നി. അവിഹിത വേഴ്ചയാണ് ദ്രുസിലയുമായി നടത്തുന്നതെന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ, പുണ്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമായി. ന്യായവിധി ദിവസം തൻ്റെ ഈ അന്തസ്സും പ്രൗഢി കൊണ്ടൊന്നും നേടാനാകുകയില്ല എന്ന് അയാളെ പൗലോസ് ഗ്രഹിപ്പിക്കുകയാണ്. അപ്പോൾ നീതിയെക്കുറിച്ചും പുണ്യത്തെപ്പറ്റിയും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ പാപ ജീവിതം നയിക്കുന്ന ഫെലിക്സിന് ഭയമായി എന്ന് മാത്രമല്ല, പിന്നീട് ഞാൻ നിന്നെ കേട്ടുകൊള്ളാം, ഇപ്പോൾ നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാപബോധം വന്നുവെങ്കിലും മാനസാന്തരം വന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പാപബോധം പലർക്കും വരാറുണ്ട്, പശ്ചാത്താപം വരുന്നില്ല. നമ്മൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ പാപബോധം മാത്രം വന്നാൽ പോരാ, പശ്ചാത്താപവും കൂടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പാപത്തെക്കുറിച്ചുള്ള വെറും ദുഃഖപ്രകടനമല്ല വേണ്ടത്. എൻ്റെ പാപങ്ങളുടെ അനന്തരഫലത്തെക്കുറിച്ച് ഞാൻ പിടിക്കപ്പെട്ടതുകൊണ്ടോ ദുഃഖിക്കുന്നുണ്ട്
എന്നാൽ ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള എൻ്റെ ദുഃഖം പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. അപ്പൊ പാപം ചെയ്തിട്ട് പക്ഷെ മനുഷ്യൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കും, എന്നെ രക്ഷിക്കണമെന്ന്. എങ്ങനെ രക്ഷിക്കണമെന്ന്? വരാണ്ടിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച്. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ലോകപരമായിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് ഭയന്നിട്ട് ദൈവമേ രക്ഷിക്കണമെന്ന് പറയും. അപ്പോൾ പാപം അവിടെ തന്നെ നിൽക്കുന്നു, പാപ സാഹചര്യവും അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ഇതിൽ നിന്ന്, ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണം, എനിക്ക് വരാൻ പോകുന്ന ഇതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ചില ആളുകൾ കോടതിയിലൊക്കെ കുറ്റമേറ്റു പറഞ്ഞിട്ട് പിന്നീട് അവരോട് കോടതി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ലാസ്റ്റ് വിധി സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, എനിക്ക് വേറെ കുറേ ആവശ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഉത്തരവാദിത്വ ബോധമുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നു. യഥാർത്ഥ പശ്ചാത്താപം വരുന്നില്ല. യഥാർത്ഥ പാപബോധത്തിൽ നിന്ന് രൂപപ്പെടുന്ന, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കൊന്നു. ഈ കൊല്ലപ്പെട്ട ആൾക്കും ഈ അച്ഛനും അമ്മയും ഈ ഭാര്യയും മക്കളൊക്കെ ഇല്ലേ? പക്ഷെ ഇയാൾ ഇപ്പോൾ കോടതിയോട് പറയുന്നു, എനിക്ക് ഇന്ന സാഹചര്യം. നാളെ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, ഇതേപോലെ ഒരു കോടതി വിധിയുടെ സമയത്ത് ഒരാൾ പറയുകയാണ്, എനിക്ക് പഠിക്കണം, മുന്നോട്ട് പഠിക്കണം. ഞാൻ അത് അങ്ങനെ വായിച്ചപ്പോൾ എന്തൊരു വിചിത്രതയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇയാൾ കൊന്ന ആ മനുഷ്യന് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായില്ലേ? അയാൾക്കും പഠിക്കണ്ടേ? അയാൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? പക്ഷെ അത് അനുതാപത്തിൻ്റെ അല്ല, യഥാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ അല്ല. രക്ഷപ്പെടണം, അല്ലെങ്കിൽ ശിക്ഷ കിട്ടരുത് എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് ആദിയാണ്. അപ്പോൾ ഒരു മനുഷ്യന് താൻ പിടിക്കപ്പെടുമെന്നുള്ള ആദി കൊണ്ടല്ല, ആ രീതിയിലുള്ള പശ്ചാത്താപമല്ല വരേണ്ടത്. പിന്നെയോ 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പൊ ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവേഷ്ടപ്രകാരം, അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടുക. ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ആഹ്വാനപ്രകാരമുള്ള യഥാർത്ഥ പശ്ചാത്താപം നമ്മളെ മേലിൽ പാപം ചെയ്യിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ യഥാർത്ഥ പാപം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയണം. എന്താണ് ആ തീരുമാനം? പാപം ചെയ്യില്ല എന്നുള്ള തീരുമാനം. ചെയ്ത പാപങ്ങളെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം. ചെയ്ത പാപങ്ങളെക്കുറിച്ചൊരു പശ്ചാത്താപം. എന്താണ് പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം? ഞാൻ വിശുദ്ധനാണെന്നും വിശുദ്ധയാണെന്നും ഞാൻ കർത്താവിനെ അറിയാതെ ഉള്ള കാലത്താണ് പാപം ചെയ്തിരുന്നതെന്നും അല്ലെങ്കിൽ തിന്മപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നതെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നു. അതാണ് യഥാർത്ഥ അനുതാപം. ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം ഒരാളിൽ അനുതാപമുളവാക്കും, അത് രക്ഷയിലേക്ക് നയിക്കും. ലൗകികമായ ദുഃഖം, നിരാശ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ശവക്കുഴിയിലേക്ക് നയിക്കും. അപ്പോൾ ലൗകികമായിട്ടുള്ള ദുഃഖമല്ല വേണ്ടത്, ദൈവികമായിട്ടുള്ള ദുഃഖമാണ് വേണ്ടത്.
ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം ഒരാളിൽ ആഴമേറിയ അനുതാപമുളാക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ്. ദുഃഖിക്കുന്നവർ, വിലപിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം പാപങ്ങളെക്കുറിച്ചുള്ള വേദന. യെശയ്യാ പ്രവാചകനൊക്കെ 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, അയ്യോ ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് ഇതിൽ നിന്ന് മോചിപ്പിക്കും? ഞാൻ പാപിയും പാപികളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ. അയ്യോ ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയൊരു അനുതാപമാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ അശുദ്ധനാണ്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നോക്കുമ്പോൾ ദൈവിക ഛായയിലും രൂപത്തിലുമായിരിക്കുന്ന ഞാൻ ദൈവ സ്വഭാവം വിട്ട് അസുര സ്വഭാവത്തിലായി, പാപ സ്വഭാവത്തിലായി, പൈശാചിക ബന്ധനത്തിലായി. എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ സാധ്യമാകുന്നു എന്നുള്ള ആ അനുതാപമുള്ള ഏറ്റുപറച്ചിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായത്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഹൃദയം നുറുങ്ങി, ഹൃദയവേദനയോടെ ചോദിച്ചു, ഞങ്ങൾ മഹാപരാധത്തിലാണ്, ഞങ്ങളെ ആര് മോചിപ്പിക്കും? ആരിലാണ് ഞങ്ങൾക്ക് രക്ഷ? യേശുക്രിസ്തുവിലാണ് രക്ഷ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. കർത്താവേ, യഥാർത്ഥ പാപബോധവും യഥാർത്ഥ പശ്ചാത്താപവും മാനസാന്തരവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അരുളിച്ചെയ്ത നാഥാം, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പ്രിയമുള്ളവരെ, അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.